ടു മൈ യൂട്യൂബ് ചാനൽ. അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ മോർണിംഗ് വ്ലോഗാണ്. നേരത്തെ ഞാൻ കുറേ വീഡിയോസ് എടുത്തു. മോർണിംഗ് വ്ലോഗ് എല്ലാം പറയട്ടോ നോക്കുമ്പോൾ യൂട്യൂബിലൊക്കെ വരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു മോർണിംഗ് വ്ലോഗ് എടുക്കലാണ് ഗായ്സ്. ലൈറ്റൊന്ന് പറഞ്ഞു. നമ്മുടെ പൂച്ചാട്ടി അവിടെ നിൽക്കുന്നുണ്ട് ഗായ്സ്. കണ്ട മൊത്തം പൂത്തുലഞ്ഞ് ഇവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. അച്ഛനമ്മയിലും കൂടിയിട്ട് കണ്ട. അമ്മയുടെ അടുത്ത് പോകാൻ അച്ഛൻ പണിക്ക് പോയി. ഡ്രോയിങ് ബുക്ക് നല്ല ഡ്രോയിങ് ബുക്കാണ്. ഒരു പേജ് പോലും കളറിന്റെ ഹൈലൈറ്റ്. മൈശലങ്ക ഇവിടെയല്ല വെക്കണ്ടേ, സ്ഥലമില്ല. മാറ്റി വെക്കണ്ട. ദൈവത്തിൻ്റെ ഒരു പിന്നെ പണിസ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്ന സാധനം. കഴിഞ്ഞത്തെ സാക്സ് എന്തിനാ വാങ്ങിയോന്ന് അറിയില്ല. ID കാർഡ് ഉണ്ടോ? ഞാൻ കോട്ടയിൽ LP സ്കൂളിൽ പഠിക്കുമ്പോൾ ഇന്നലെ വാങ്ങിയ കഥബുക്ക് ചിത്രം വരച്ചിട്ടുണ്ട്. ലൈറ്റിട്ടാലും തന്നെയാണ്. ഞാൻ വരച്ച കലാകാരൻ. പിന്നെ കളർ പെൻസിൽ ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു കളർ പെൻസിലാണ്. കഴിഞ്ഞ കൊല്ലത്തെ ബസ് കാർഡ്. ഡയമണ്ട് ആൻഡ് ചോക്കോബൈ. ഡ്രോയിങ് ബുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അപ്ലോഡ് ആക്കാൻ പറ്റിയിട്ടില്ല. ചിത്രം പഠിച്ചിട്ട് ഞാൻ റീൽ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിലെ ചിത്രങ്ങൾ അതിൽ ചിത്രം ഉണ്ടായിരുന്നു. അപ്സര പെൻസിൽ റബ്ബർ
ഉപയോഗിച്ചു. 2-3 ദിവസം ഉപയോഗിക്കാണ്ടിരുന്നു റബ്ബർ. പിന്നെ ഉപയോഗിച്ചു. ഒരു വലിയ കഥയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പെണ്ണ് ഒരു സ്കെച്ചും കിട്ടും ബ്ലാക്ക്. എന്താ വെച്ചാൽ LSS ഞാൻ പാസ്സായിട്ടില്ല. 45 മാർക്ക് കിട്ടുള്ളൂ. 48 മാർക്ക് വേണം. സ്ഥലം മാറ്റില്ല. കിട്ടാത്തതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ജയിച്ച കുട്ടികൾക്ക് വലിയ ട്രോഫി കൊടുക്കുന്നു. അതായത് ഉദാഹരണത്തിന് ഇതിൻ്റെ കുറച്ചും കൂടി വലിയ ഡേറ്റ് പല ഫോട്ടോ എല്ലാം വെച്ചിട്ടുള്ള ട്രോഫി എടുക്കും. ഒരു ഇവൻ്റ് പറയും കുട്ടികൾ വിരിച്ചിട്ട്. അന്നേരം എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നരക്ക് വേറെ സാധനം കിട്ടി. അന്നേരം ഞാൻ ജയിക്കാത്ത കുട്ടികൾ വിഷമിക്കണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഇത് പോയിട്ട് ഉണ്ടായ ഗിഫ്റ്റ് ചെയ്യുന്നവരെ. ആ ഗിഫ്റ്റാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അടുത്ത് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിൽ എന്ത് കൊടുത്തിട്ടുണ്ട്. 6ാം ക്ലാസ്സിൽ ഉപയോഗിച്ച ജോമെട്രി ബോക്സ് ഉപയോഗിച്ചിട്ട് ഒറ്റയ്ക്ക് ഞാനിപ്പോൾ ജോമെട്രി ബോക്സ് വാങ്ങും. അല്ലെങ്കിൽ ആറ് സമ്മാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു ബോക്സാണ്. റബ്ബർ സ്കട്ടർ എല്ലാം കിട്ടും. എടുത്ത് വന്നതിന് ശേഷം കിട്ടാൻ അവസ്ഥ നല്ലതാണ്. ഇപ്പോൾ ഉപയോഗിക്കാം. ഞാൻ 6ാം ക്ലാസ് തുടങ്ങുന്ന സമയത്ത് വാങ്ങിയ പൗച്ച് ഇതിനെ കുഴപ്പമില്ല. കണ്ട ആ ഒരു ഓട്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം ചെയ്യാം. പിന്നെ ഇങ്ങോട്ടൊരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 40 20 ആർമിയാണ്. ഇന്നത്തെ പൗച്ചാണ്. സർമിയാണ്. തിരിയുന്നില്ല. ഞാൻ ആദ്യത്തെ കൊണ്ടുപോയെന്ന് വെച്ചാൽ സുഗമമായ ഹിന്ദി പരീക്ഷ 6ാം ക്ലാസ്സിലത്തെ അതിനുവേണ്ടി കൊണ്ടുപോയ ഇതും 2 കൊല്ലമായി. അതുകൊണ്ട് തന്നെയുണ്ട്. ലബുബിന് ഇഷ്ടമൊന്നുമല്ല. ഞാൻ ജേർണലിങ് ചെയ്തിരുന്ന ഡയറിയിൽ ഒരു പൗച്ച് ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചില്ല പൗച്ച്. അപ്പം ഇത് ഞാൻ പറിച്ചെടുത്തു. പറിച്ചെടുത്തപ്പോൾ ഉള്ള ഒരു ഇതാണ് കാണുന്നത്. ഇവിടെ ഒരു സാധനം അത് ഇങ്ങനെയാണ് ഉണ്ടായത്. അപ്പം ഇത് ഞാൻ പറിച്ചെടുത്തു. അപ്പം അന്നേരം എടുക്കുകയാണ്. നല്ലൊരു വാച്ചാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അവള് എടുത്ത് വെച്ചിട്ടില്ല. എൻ്റെ ഓർഗനൈസറിലാണ് വെച്ചിട്ടുള്ളത്. ഒരു മിനി കണ്ണാടിയും കൂടി ഉണ്ട് എനിക്ക്. ഞാൻ 5ാം ക്ലാസ്സിലാണ്. 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം 3 കൊല്ലമായി. അങ്ങനെയുണ്ട്. ഉപയോഗിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ചിലങ്ക 1 കൊല്ലമായി. 2 കൊല്ലം തന്നെയാണ്. 2 കൊല്ലം ഇത് വാങ്ങിയിട്ട് 1 കൊല്ലമായി. അതിന് മുമ്പ് അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഭാഷത്തിന് വെള്ളാരത്തിലൊരു അങ്ങനത്തെ പാട്ടുണ്ടായിരുന്നു. അതിന് ഡാർച്ചിലിംഗ് ഉപയോഗിച്ച് ചായ കുടിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഇന്ന് അമ്മയടുത്ത് പെർമിഷൻ ചോദിച്ച് വാങ്ങിയതാണ്. അല്ലേ അമ്മ? പെർമിഷൻ ചോദിച്ചു തുടച്ച് വൃത്തിയാണ്. ഒരു 2
2 കൊല്ലം 5ാം ക്ലാസ് 6ാം ക്ലാസ് രണ്ടല്ല ഒരു 1.5 കൊല്ലം. അതൊക്കെ തന്നെ. പിന്നെ ഉള്ളത് എൻ്റെ ഒരു ക്രോഷ്യൻ്റെ സാധനം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഹൈലൈറ്റേഴ്സ് ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഞ്ചിക നോട്ടിൽ കുത്തി ചെയ്തതാണ്. ചിത്രകലാകാരിയല്ല. സ്റ്റാപ്ലർ ഞാൻ 6ാം ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് സ്റ്റാപ്ലർ. സ്കൂളിൽ നിന്ന് സ്റ്റോറിൽ പോയിട്ട് വാങ്ങിയ 10 രൂപയ്ക്ക്. പിന്നെ കഴിഞ്ഞ് പെൻസിൽ സ്റ്റമ്പ്. ഈ സാധനം ബ്രഷ് പെൻസാണ്. ഇതെല്ലാം മാർക്കറാണ്. ഉപയോഗിക്കാത്ത കുറച്ച് പെൻസിൽസ്. ഇതിൽ കുറച്ച് സ്കെച്ച്, കുറച്ച് കളറുണ്ട്. കളറുണ്ട് 25 രൂപേൻ്റെ 30 രൂപേൻ്റെ മാറ്റോ. റബ്ബർ, കുഞ്ഞ് റബ്ബർ കട്ടറുണ്ട്, എടുക്കാൻ പറ്റുന്നില്ല. വെള്ളത്തിണ്ട്. അതിനുള്ളിൽ കാന്തുണ്ട്. ഒരു കാന്തല്ല 2 കാന്തം പീസായിട്ട് ഒരു ഇതിലാക്കിയതാണ് വെച്ചിട്ട്. ഇതാണ് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം കേട്ടോ. ഈ കല്ലിൽ ഇന്നത്തെ കുറച്ച് പൈസ, കുറച്ച് ചില്ലറ, അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം കാണിച്ച ട്രോഫി, ഇത് കുടുംബ സംഗമത്തിന് കിട്ടിയ ട്രോഫിയാണ്. ഇത് നോർമൽ ഗ്ലാസ്സിലുണ്ട്. അപ്പം ഗൈസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. ഓക്കെ, താങ്ക് യു. ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. ബൈ. നമ്മുടെ വീട് മട്ടന്നൂരാണ്, കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ. എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? കണ്ണൂർ ജില്ല അറിയാത്തവരാരും ഇല്ലല്ലോ. ചാനലിന്റെ പേരിനാ കണ്ണൂർ. പിന്നെ ബൈ. See you. ബൈ.